जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। तृतीयस्य प्रेरणाय प्रवर्तितोऽहं वराकरूपोऽपि तस्य हरे पदकमलं वन्दे चैतन्यदेवस्य। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 5-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 5-ാമത്തെ അധ്യായം കുറച്ച് ശ്ലോകം കൂടിയേ ഉള്ളൂ. നമ്മൾ ഭഗവാൻ അനുഗ്രഹിച്ചറിയുന്ന നോക്കാം ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവോ എന്നുള്ളത്. 225-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാവതി വ്യാചവിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ശ്രീ ചൈതന്യ ചന്ദ്രായ നമോ നമസ്തേ. ആജാനലംബിതഭുജൗ കനകാവദാതോ സങ്കീർത്തനേകപിതരോ കമലായതാക്ഷോ വിശ്വംഭരോ ദ്വിജവരോ യുഗധർമ്മപാലോ വന്ദേ ജഗത്പ്രിയകരോ കരുണാവതാരോ. ഹരേ കൃഷ്ണ. സാക്ഷാത് വ്രജേന്ദ്ര സുത ഇതേ നഹി ആയ ये बा आज्ञे करे तारे प्रतिमा हे न ज्ञाना. हरे कृष्ण प्रभु. हरे कृष्ण. साक्षात व्रजेंद्र सुता इथे नाही आना ये बा आज्ञे करे तारे प्रतिमा हे न ज्ञाना. विवर्तन by His Divine Grace അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുന്ന് വ്രജരാജന്റെ പുത്രനാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു വിഡ്ഢി മാത്രമേ അവിടുന്ന് ഒരു പ്രതിമയായി കാണുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണൻ ബ്രജരാജ് ആരാണ്? വ്രജേന്ദ്ര സുത, നന്ദ മഹാരാജന്റെ പുത്രൻ. നമ്മുടെ ഇഷ്ടദേവനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലും വർണ്ണിച്ചിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണന്റെ ആ മനോഹരമായിട്ടുള്ള രൂപത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആ മാധുര്യത്തെ കുറിച്ച്. ശില രൂപ ഗോസ്വാമി
ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, കേശിഘട്ടിൽ യമുനാ തീരത്ത് ഒരാളുണ്ട്, ശ്യാമനിറമാണ്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഓടക്കുഴൽ വായിക്കുന്നു. ഓടക്കുഴൽ വായിക്കുന്നു മാത്രമല്ല, ആ സമയത്ത് എല്ലാവരെയും നോക്കുന്നു. പറയുന്നത് ഭഗവാൻ നോക്കുന്ന രീതിയും വ്യത്യാസമുണ്ട്. നമ്മൾ നോക്കുന്ന പോലെയല്ല. ഭഗവാനും രാധാറാണിയൊക്കെ നോക്കുമ്പോൾ, അതായത് ഇങ്ങനെ നിന്ന് ഇങ്ങനെ നോക്കുക, അതിന് സൈഡിലോട്ട്. രാധാറാണി രാധാറാണിക്ക് കൃഷ്ണന്റെ മുമ്പിൽ വരുന്ന സമയത്ത് നാണമാവും. അതുകൊണ്ട് നേരിട്ട് മുഖത്ത് നോക്കില്ല, ഇങ്ങനെ നേരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സൈഡിലോട്ടാ നോക്കുക. കൃഷ്ണനും അതേപോലെയാണ്. ഫ്ലൂട്ട് ഓടക്കുഴൽ ഊതുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നത് ഇങ്ങനെ കണ്ണ് ചെരിച്ചിട്ടാണ്. എല്ലാവരെയും കവർ ചെയ്യും. ഒരു മനോഹരമായിട്ടുള്ള കാര്യം, ഇവര് രണ്ടുപേരുടെയും ആ കണ്ണുകൾ ശാസ്ത്രങ്ങൾ പറയുന്നു നല്ല നീളമാണ്, ഭംഗിയാണ്. അതായത് വലിയ കണ്ണുകളാണ്. വലിയ കണ്ണെന്ന് പറഞ്ഞാൽ നല്ല നീളമാണ്. താമര ഇതള് പോലെ, താമരയുടെ ഇതള് കണ്ടിട്ടുണ്ടാവും. നല്ല, അതായത് രണ്ട് ഭാഗത്തും ഇങ്ങനെ ടേപ്പർ ചെയ്ത് വരുന്നു. ഇങ്ങനെ ഈ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും ടേപ്പർ ചെയ്ത് വരുന്നു. ഇതേപോലെയായിരിക്കും ഇപ്പുറത്തും. അങ്ങനെയാണ് ഇവരുടെ കണ്ണുകൾ. അപ്പോൾ ഈ കണ്ണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ മനോഹരമാണ്. അങ്ങനെയാണ് അവരെപ്പോഴും നോക്കുന്നത്. അങ്ങനെ കൃഷ്ണൻ അവിടെ നിന്ന്, യമുനാ തീരത്തുള്ള ആ കൃഷ്ണൻ ഓടക്കുഴൽ ഊതിക്കൊണ്ട് എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നു. ആ സമയത്ത് ആരെങ്കിലും അവിടെ പോയി അദ്ദേഹത്തെ കാണുവാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ത്രിഭംഗ ലളിത ശ്യാമ സുന്ദരമായിട്ടുള്ള ആ രൂപം, മനോഹരമായിട്ടുള്ള രൂപത്തെ ആരെങ്കിലും കണ്ടാൽ പിന്നെ കഴിഞ്ഞു. അതാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രീല രൂപ ഗോസ്വാമി പറയുന്നു ഭക്തിരസാമൃത സിന്ധുവിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ആരെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അറ്റാച്ച്മെന്റ്സ്, ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് വിടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് പോകരുത്. അതായത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരും നിങ്ങൾക്ക് നഷ്ടപ്പെടും, എല്ലാ വീട്ടുകാരും നഷ്ടപ്പെടും, എല്ലാവരും പോവും, എല്ലാവിധ സാധനങ്ങളും. അതായത് നമുക്ക് ഈ ലോകത്ത് തോന്നുന്നത് എല്ലാത്തിനോടും ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു, അല്ലെ? ഒരു അട്രാക്ഷൻ തോന്നുന്നു, അല്ലെ? ആ അട്രാക്ഷൻ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് പിടിച്ചു നിർത്തുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ഭൗതികമായിട്ടുള്ള സാധനങ്ങളോടും ആളുകളോടും അതൊക്കെയാണ് നമ്മുടെ അട്രാക്ഷൻ. ഈ അട്രാക്ഷൻ ആണ് നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഈ ലോകത്തിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെയാണ്. എല്ലാ ആളുകളും ജീവിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. സോ ഭഗവാനെ കാണുവാണെങ്കിൽ, ഇൻഡയറക്ട്ലി പറയുന്നു ശ്രീല രൂപ ഗോസ്വാമി, ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് അർത്ഥമില്ലാതെ പോകുന്നു. കാര്യം ഈ ലോകത്തിൽ ആളുകൾ ജീവിക്കുന്നത് ഇതേപോലെ പല കാര്യങ്ങളും, ഭൗതികമായിട്ടുള്ള പല നേട്ടങ്ങൾക്കും പല കാര്യങ്ങളോടും തോന്നുന്ന ആ ഒരു ആസക്തിയും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ഉള്ളത് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, ആളുകളാവട്ടെ, നമ്മുടെ സാധനങ്ങളാവട്ടെ, കൂട്ടുകാരാവട്ടെ, ബന്ധുജനങ്ങളാവട്ടെ, അവരെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് ഇതേപോലെ തന്നെ റിലേഷൻഷിപ്പ് എല്ലാം നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും കേശിഘട്ടിൽ പോകരുത്. യമുനാ തീരത്തുള്ള കേശിഘാട്ടിൽ പോയി അവിടെ ഉള്ള ശ്യാമസുന്ദരനെ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു. ബാക്കി ഒന്നിനോടും പിന്നെ താല്പര്യം ഉണ്ടാവില്ല. അതാണ് വ്രജേന്ദ്രനന്ദൻ കൃഷ്ണൻ, ശ്യാമസുന്ദരൻ. അപ്പോൾ ഇവിടെ ചില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, അദ്ദേഹം അതിമനോഹരമായിട്ടുള്ള ആ രൂപത്തെ കുറിച്ച് പറയുന്നു. അദ്ദേഹം വെറും ഒരു സ്റ്റാച്യു അല്ല എന്നാണ് പറയുന്നത് ഇവിടെ. അദ്ദേഹം പ്രതിമഹേന, അതായത് അദ്ദേഹം വെറും ഒരു പ്രതിമയല്ല കൃഷ്ണൻ. ഈവൻ അമ്പലത്തിലെ കാര്യം നമ്മൾ പറയാറുണ്ട്, അമ്പലത്തിലെ ശ്രീമൂർത്തി വിഗ്രഹങ്ങൾ വെറും പ്രതിമയല്ല, ഭഗവാനാണ്. പ്രതിമ നഹി തുമി സാക്ഷാൽ വ്രജേന്ദ്ര നന്ദൻ, സാക്ഷാത് വ്രജേന്ദ്ര സൂത ഇതേ നാഹി ആയി. പ്രതിമഹേന, അത് പ്രതിമയല്ല. അതാണ്. അപ്പോൾ ഇവിടെ
നോക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, സെയ് അപരാധേ താര നാഹിക നിസ്താർ ഘോര നരകേത്തെ പടേ കേ ബലി ബഹാർ. യെസ് കൃഷ്ണ. ശ്രേയപരാധേ താര നാഹിക നിസ്താര ഘോര നരകേതേ പടേ കി ബലി ബഹാര. വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ആ അപരാധം മൂലം അയാൾക്ക് മോക്ഷം നേടാൻ കഴിയില്ല. പകരം അയാൾ അതിഭീകരമായ ഒരു നരകീയ അവസ്ഥയിലേക്ക് പതിക്കും. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയണം? ഭാവാർത്ഥം: ഭക്തിയുത സേവനത്തെ യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായി കാണുന്നവർ കളിമണ്ണിലും ലോഹത്തിലും കല്ലിലും തടിയിലും നിർമ്മിച്ച ഭഗവാന്റെ വിഗ്രഹങ്ങളും ഭഗവാന്റെ യഥാർത്ഥ രൂപവും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണുകയില്ലെന്ന് ജീവഗോസ്വാമി ഭക്തി സന്ദർഭം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഭൗതിക ലോകത്തിൽ ഒരു വ്യക്തിയും അയാളുടെ ഫോട്ടോയും പ്രതിമയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹവും അവിടുന്നും തമ്മിൽ വ്യത്യാസമില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ നിരപേക്ഷനാണ്. കല്ലെന്നും മരമെന്നും ലോകമെന്നും നാം വിളിക്കുന്നതൊക്കെയും ഭഗവാന്റെ ശക്തികളാണ്. ശക്തികൾ ഒരിക്കലും ശക്തനിൽ നിന്ന് ഭിന്നമല്ല താനും. നമ്മൾ നിരവധി തവണ വിശദീകരിച്ചിട്ടുള്ളതുപോലെ സൂര്യപ്രകാശമാകുന്ന ശക്തിയെ ആർക്കും ശക്തിമാനായ സൂര്യനിൽ നിന്ന് വേർപെടുത്താനാവില്ല. അതിനാൽ ഭൗതിക ശക്തി ഭഗവാനിൽ നിന്ന് വേറിട്ടതായി കാണപ്പെട്ടേക്കാമെങ്കിലും അതീന്ദ്രിയമായി അത് ഭഗവാനിൽ നിന്ന് അഭിന്നമാണ്. ഭഗവാൻ എവിടെയും എല്ലായിടത്തും ആവിർഭവിക്കാൻ കഴിയും. കാരണം അവിടുത്തെ വിവിധ ശക്തികൾ സൂര്യപ്രകാശം പോലെ എല്ലായിടത്തും പ്രസരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം കാണുന്നതിനെല്ലാം ഭഗവാന്റെ ശക്തികളെന്ന് മനസ്സിലാക്കണം. കളിമണ്ണോ ലോഹമോ മരമോ വർണ്ണഛായമോ കൊണ്ട് നിർമ്മിതമായ ഭഗവാന്റെ അർച്ചാവിഗ്രഹങ്ങളെ ഭഗവാനിൽ നിന്നും ഭിന്നമായി കണക്കാക്കരുത്. ഒരുവന് ഈ അവബോധം വികസിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശങ്ങളിൽ നിന്ന് സിദ്ധാന്തപരമായി ഈ തത്വം സ്വീകരിക്കുകയും അർച്ചാമൂർത്തിയായ ക്ഷേത്രത്തിലെ ഭഗവാന്റെ രൂപത്തെ ഭഗവാനിൽ നിന്ന് ഭിന്നമല്ലാതെ കണ്ട് ആരാധിക്കുകയും ചെയ്യണം. ക്ഷേത്രത്തിലെ ഭഗവാന്റെ രൂപം തടി കൊണ്ടോ കല്ലുകൊണ്ടോ ലോഹം കൊണ്ടോ നിർമ്മിച്ചതാണെന്ന് കരുതുന്ന ഏതൊരുവനും തീർച്ചയായും നാരകീയാവസ്ഥയിലാണെന്ന് പത്മപുരാണത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവ്യക്തിഗതവാദികൾ ക്ഷേത്രത്തിലെ ഭഗവത് വിഗ്രഹത്തെ ആരാധിക്കുന്നതിനെതിരാണ്. എന്തിന് ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ പോലും ഇത്തരം ആരാധനയെ അപലപിക്കുന്നു. അവർ വേദങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം അവ്യക്തിഗതവാദിയായ ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ള എല്ലാ ആചാര്യന്മാരും ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തിന്റെ ആരാധന ശുപാർശ ചെയ്യുന്നു. ശങ്കരാചാര്യരെ പോലുള്ള അവ്യക്തിഗതവാദികൾ പഞ്ചോപാസന എന്നറിയപ്പെടുന്ന വിഷ്ണു ഭഗവാൻ ഉൾപ്പെടെയുള്ള 5 വിഗ്രഹങ്ങളുടെ ആരാധന ശുപാർശ ചെയ്യുന്നു. വൈഷ്ണവർ പക്ഷേ രാധാകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ, സീതാരാമൻ, രുക്മിണി കൃഷ്ണൻ തുടങ്ങിയ വ്യത്യസ്ത ആവിഷ്കാരങ്ങളിൽ വിഷ്ണു ആരാധന ചെയ്യുന്നു. ആത്മീയ പുരോഗതിയുടെ ആരംഭ ദിശയിൽ ഭഗവാന്റെ രൂപത്തെ ആരാധിക്കണമെന്ന് മായാവാദികൾ സമ്മതിക്കുന്നു. പക്ഷേ അവസാനം എല്ലാം അവ്യക്തിഗതമാണെന്ന് അവർ വിചാരിക്കുന്നു. അവർ ആത്യന്തികമായി ഭഗവാന്റെ രൂപത്തെ ആരാധിക്കുന്നതിനെതിരാകയാൽ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അവരെ അപരാധികളെന്ന് വിളിക്കുന്നു. ശരീരത്തെ താനെന്ന് കരുതുന്നവരെ ശ്രീമദ് ഭാഗവതം ഭൗമ ഹിജ്യഥി എന്ന് അപലപിക്കുന്നു. ഭൗമ എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം. ഹിജ്യഥി എന്നാൽ ആരാധകൻ എന്നും. 2 വിധത്തിലുള്ള ഭൗമ ഹിജ്യഥികളുണ്ട്. രാഷ്ട്രവാദികളെ പോലെ തങ്ങളുടെ ജന്മഭൂമിക്ക് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യുന്നവരും കൂടാതെ ഭഗവാന്റെ രൂപത്തെ ആരാധിക്കുന്നതിനെ പഴിക്കുന്നവരും. ഒരുവൻ ഭൂഗ്രഹത്തെയോ അഥവാ അവൻ ജനിച്ച നാടിനെയോ ആരാധിക്കരുത്. അതേസമയം നമുക്ക് സേവാവസരം നൽകാനായി ലോഹത്തിന്റെയോ മരത്തിന്റെയോ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഭഗവത് രൂപങ്ങളെ നിന്ദിക്കുകയും അരുത്. ഭൗതിക വസ്തുക്കളും പരമപുരുഷന്റെ ശക്തിയല്ലാതെ മറ്റൊന്നുമല്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് ഭഗവാന്റെ രൂപവും ശ്യാമസുന്ദരൻ കൃഷ്ണന്റെ രൂപവും ശ്രീമൂർത്തി വിഗ്രഹങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നു വീണ്ടും വീണ്ടും. പ്രതിമാ നെഹി തുമി, സാക്ഷാൽ ബ്രജേന്ദ്ര നന്ദൻ. നമുക്കറിയാം സാക്ഷി ഗോപാലന്റെ കഥയിൽ എങ്ങനെയാണ് ഭഗവാൻ നടന്നുപോയത് സാക്ഷി പറയാൻ വേണ്ടി. പത്മ്യാം ചലന്യ പ്രതിമാ സ്വരൂപോ ബ്രഹ്മണ്യ ദേവോ ഹി ശതാഹഗമ്യം. 100 ദിവസമാണ് നടക്കുന്നത് സാക്ഷി പറയാൻ വേണ്ടി. ഹരേ കൃഷ്ണ. ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ. അചിന്ത്യമാണ് നമുക്ക് കാര്യം. നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് അചിന്ത്യമാവുന്നത്.
അതാണ് ഇവിടെ ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നതും. ആക്ച്വലി പ്രതിമയാണ് നമ്മൾ ശരിക്കും ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലങ്ങളിലെ ശ്രീമൂർത്തി വിഗ്രഹങ്ങൾ ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട കാര്യമാണ്. വെറുതെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ഭഗവാന്റെ അല്ല പറഞ്ഞ് നോർമൽ നമ്മുടെ ഒരു ഫോട്ടോ ആണെന്ന് വെക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചു എന്ന് വെക്കുക. നമ്മളും ആ വിഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ നമ്മളും ആ ഫോട്ടോവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഫോട്ടോവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം നമ്മുടെ ചിത്രം മാത്രമാണത്. ഭഗവാന്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. അദ്ദേഹം നിരപേക്ഷനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രമാവട്ടെ, അദ്ദേഹത്തിന്റെ മൂർത്തിയാവട്ടെ, അത് അതായത് എന്തുകൊണ്ടുണ്ടാക്കിയ മൂർത്തി, അതായത് മണ്ണ് കൊണ്ടോ, അതേപോലെ ലോഹം കൊണ്ടോ, കല്ലുകൊണ്ടോ, മരം കൊണ്ടോ, ഇതൊക്കെ കൊണ്ടാണ് സാധാരണ ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്, അല്ലെ? ഇപ്പോൾ ഇങ്ങനെയുള്ള എന്ത് ആണെങ്കിലും, ഈവൻ ഫോട്ടോ ആണെങ്കിലും വ്യത്യാസമില്ല. അപ്പോൾ അമ്പലത്തിലെ ഇപ്പോൾ വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ, രാധാകൃഷ്ണന്റെ, രാധാശ്യാം സുന്ദറിന്റെ ഫോട്ടോ ആണെങ്കിലും, ശ്രീ മായാപൂരിലെ മാധവന്റെ ഫോട്ടോ ആണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഫോട്ടോവും ഭഗവാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇല്ല. ശരിക്കും നമുക്ക് ആ ശരിയായിട്ടുള്ള വിശ്വാസം ഇതുവരെ വരാത്തതിന്റെ കുഴപ്പമാണ്. ഇപ്പോഴും നമ്മൾ വിചാരിക്കും അത് ഫോട്ടോ അല്ലേ, അത് ഒരു സ്റ്റാച്ചു അല്ലേ. ചില സമയങ്ങളിൽ നമുക്ക് തോന്നുമായിരിക്കാം ചിലപ്പോൾ അത് ശരിയാണ് എന്നുള്ളത്. എന്നാൽ പല സമയത്തും മിക്കവാറും അത് നമ്മൾ ഈസി ആയിട്ട് എടുക്കും. കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോ ചിത്രം വെച്ചിട്ടുണ്ട്, നമ്മുടെ ഓൾട്ടറിൽ ഭഗവാന്റെ മൂർത്തിയുണ്ട്, അത് ഗോരനത്തെ രാധാകൃഷ്ണനാവട്ടെ, ആരാണെങ്കിലും നമ്മൾ പൂജ ചെയ്യുന്നുണ്ട്, ആരതി ചെയ്യുന്നുണ്ട്, ഭഗവാനെ ഭോഗ സമർപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യും നമ്മൾ വേണ്ട രീതിയിലൊക്കെ. എന്നാലും അവിടെ ശരിക്കും ഭഗവാനാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. കാര്യം നമ്മൾ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും മുമ്പിലൂടെ പോകുന്നു. പല കാര്യങ്ങളും അവിടെ ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പലതും ഒച്ചത്തിൽ സംസാരിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, പല ടോപ്പിക്കുകളും സംസാരിക്കുന്നു, ഭഗവാനോട് ബന്ധമില്ലാത്തത്. അല്ല, അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. ഇത് നാച്ചുറൽ ആണ്. പ്രത്യേകിച്ചും വീട്ടിലാവുമ്പോൾ ഇതൊക്കെ. കാര്യം വീട്ടിൽ ഒരുപാട് വേറെ കാര്യങ്ങളുണ്ടല്ലേ. വീട്ടിൽ ഒരുപാട്, ഇപ്പൊ ഫാമിലിയിൽ ആണെങ്കിൽ കുട്ടികളുടെ കാര്യമായിരിക്കാം, ഇപ്പൊ പല രീതിയിലും പല ടോക്സും നമ്മൾ ചെയ്യും. അതായത് ഇപ്പൊ ആരെങ്കിലും ഫോൺ ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല ഇങ്ങനെ ശരിക്കും ഇവിടെ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും അല്ലെ. എന്നാൽ അമ്പലത്തിൽ പോകുമ്പോൾ അറ്റ്മോസ്ഫിയർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ കൂടുതൽ. കാര്യം നമുക്ക് ആരെങ്കിലും ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിനകത്ത് നമ്മൾ ചെയ്യില്ല, പുറത്ത് വന്നിട്ട് ഫോൺ ചെയ്യും. കാര്യം നമുക്കറിയാം അമ്പലത്തിൽ ചെയ്യാൻ പാടുള്ള കാര്യമല്ല. മറ്റുള്ളവർക്ക് ഭഗവാന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. കൂട്ടത്തിൽ അവിടെ ഭക്തരുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് അല്ലെ. എന്നാൽ വീട്ടിലാവുമ്പോൾ ഇതൊക്കെ കുറച്ച് റിലാക്സേഷൻ ഉണ്ട് അല്ല. അതേ നമ്മുടെ അമ്പലത്തിലെ പോലെ തന്നെ വീട് ആക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനി അതിനു വേണ്ടിയിട്ട് നമ്മൾ ആരും ഫെനറ്റിക് ആവേണ്ട ആവശ്യമില്ല. ഈ ഫെനറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മലയാളം എനിക്കറിയില്ല. ഫെനറ്റിക് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റൂൾസും റെഗുലേഷൻസും കൊണ്ടുവന്ന് ആകെ അതിനെ കുഴപ്പാക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ. ഓക്കെ, അതായത് എക്സ്ട്രീമിലേക്ക് പോവാ. നമ്മൾ ഇതല്ലാതെ ഇങ്ങനെയല്ലാതെ പറ്റില്ല. ഒരുപാട് റൂൾസും റെഗുലേഷൻസും കൊണ്ടുവന്ന് അത് ഒരു ലെവലിന് അപ്പുറത്തേക്ക് പോവാം. ആക്ച്വലി ഓക്കെ, റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യേണ്ടതും ഒക്കെ അതിനും ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലെ. അതുകൊണ്ട്
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ സ്ട്രിക്ട്നെസ് കൊണ്ടുവരുമ്പോൾ ഭക്തിയിൽ അത് ഓവർ ആവാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും വീട്ടിലെ സിറ്റുവേഷൻസും പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ പ്രിൻസിപ്പിൾസിനെ കോംപ്രമൈസ് ചെയ്യണം എന്നല്ല പറയുന്നത്, അത് ചെയ്യാൻ പാടില്ല. പ്രിൻസിപ്പിൾസ് കോംപ്രമൈസ് ചെയ്യരുത്. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫെനറ്റിക് അതായത് ചില ഫെനറ്റിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ആ ഒരു പ്രിൻസിപ്പിൾ വീടുകളിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഫോളോ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് സാധിക്കില്ല. അതുകൊണ്ട് കാര്യം അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്കും പോകും. നമ്മുടെ ഈ ഒരു ചിന്താഗതി ആവുമ്പോൾ ആക്ച്വലി അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. പക്ഷെ അതിന്റെ അർത്ഥം പ്രിൻസിപ്പിൾസ് ഡൈല്യൂട്ട് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്. കാര്യം പലപ്പോഴും ഈ ഒരു സിൻസിയറിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭക്തിയിൽ സീരിയസ് ആവുക, സിൻസിയർ ആവുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരുപാട് റൂൾസും റെഗുലേഷൻസും കൊണ്ടുവന്ന് നമ്മൾ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുമല്ല. ഈ റൂൾസും റെഗുലേഷൻസും നമുക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണുള്ളത്. രാഗാനുഗ ഭക്തിയിൽ റൂൾസും റെഗുലേഷൻസും ഇല്ല. അതിന്റെ അർത്ഥം നമ്മൾ സഹചര്യ പോലെ രാഗാനുഗ ഭക്തിയിൽ ഓൾറെഡി വന്നു എന്ന് വിചാരിച്ച് ഒരു റൂൾസും ഫോളോ ചെയ്യേണ്ടേ ഉള്ളതല്ല പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം. കാര്യം ചില സമയങ്ങളിൽ നമ്മൾ ഈ പറയുന്ന റൂളുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് റൂൾസോ റെഗുലേഷൻ എന്താണെങ്കിലും അത് ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു ഹിൻഡറൻസ് ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഏതെങ്കിലും ഒരു വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ചില ചിട്ടകൾ ഉണ്ടാവും. ഞാൻ വീട്ടിൽ ചെയ്യുന്നത് ഭഗവാന്റെ ഓൾട്ടറിൽ പൂജ ചെയ്യുന്നതും എന്റേതായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ ഒരു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത്. ആ വീട്ടിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഫാനറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ചെയ്യുന്നത് മാത്രമേ ശരി എന്നുള്ളൊരു ധാരണയിൽ വന്ന് അവർ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വരും. അല്ലെങ്കിൽ ഇത് ശരിയല്ല, അവിടെ കുഴപ്പമുണ്ട്, ഇത് ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കണ്ണാണ്. അവര് അവരുടെ രീതിയിൽ ഭഗവാനെ സേവിച്ചു വരുന്നുണ്ടാവും. ഭഗവാൻ ഹാപ്പിയാണ് അവിടെ. നമ്മൾ വന്ന് അവിടെ പുതിയ പ്രിൻസിപ്പിൾ മിനിമം ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതോ ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് ഞാൻ പറയുന്നത് ആ കണ്ണുകൾ അങ്ങനെയായിരിക്കരുത്. ഭഗവാൻ നമ്മുടെ ഭാവമാണ് നോക്കുന്നത്. അല്ല, പലപ്പോഴും എനിക്ക് പലവരും സംസാരിക്കുന്ന സമയത്ത് ഈവൻ നമ്മളുടെ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ക്ലാസ് കേട്ടിട്ട് തന്നെ വീട്ടിൽ അത് ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെ പലപ്പോഴും ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, ഇത്രയ്ക്കും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ പ്രിൻസിപ്പിൾ ആയിട്ട് പറയും, പക്ഷെ അതിന്റെ അർത്ഥം കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളതല്ല. എന്നാൽ ടൈം പ്ലേസ് സർക്കംസ്റ്റൻസ് അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം. ശീലപ്രഭാജിനെ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല ശരിക്കും. അദ്ദേഹം വളരെ ഫോളോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന സമയത്ത്, അമേരിക്കയിൽ വന്ന സമയത്ത്, ഇന്നലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. ശീലപ്രഭാജി ആദ്യം വന്ന് ന്യൂയോർക്കിലെ ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് തുടങ്ങിയ മാച്ച്ലെസ് ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോർ ഫ്രണ്ട് ആ ഒരു സ്ട്രീറ്റിലേക്കും അവിടേക്കൊക്കെ പോകാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് കയ്യിൽ വെച്ച് വന്ന സമയത്ത് ഇവിടെ കാണുന്ന ആൾക്കാർ ഹിപ്പീസും അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരോട് കുളിക്കാതെ നിങ്ങൾ ഇതിനകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സിറ്റുവേഷനിൽ ആർക്ക് വരാൻ പറ്റുമായിരുന്നു? ആർക്കും ഉണ്ടായിരുന്നില്ല. പ്രഭുപാദി ചില ആളുകൾ സ്മോക്ക് ചെയ്തിട്ട് വന്നിരിക്കാറുണ്ട്. ചില ആൾക്കാർ ബിയറിന്റെ ബോട്ടിലുമായിട്ട് വരും. പ്രഭുപാദ് അവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടില്ല. പ്രഭുപാദ് അവരെ പോലും സ്നേഹത്തോടു കൂടി നോക്കിക്കണ്ട് പതുക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. അല്ലാതെ നമ്മൾ അവിടെ ഫാനറ്റിക് ആയിട്ട് ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇറങ്ങിപ്പോ, പിന്നെ എന്താ പർപ്പസ് മീറ്റ് ആവില്ല. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, ശൗചം എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും രജോ ഗുണ തമോ ഗുണത്തിൽ നടക്കുന്ന ആൾക്കാരായിരുന്നു.
അങ്ങനെയുള്ളവർക്ക് സത്വഗുണം ശുദ്ധ സത്വഗുണത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ഡൈജസ്റ്റ് പോലും ആവില്ല, അവർക്ക് അറിയില്ല. അപ്പൊ പ്രഭുപാദ്ജി ആ സമയത്ത് ശിലപ്രഭുപാദ്ജി ഫെനറ്റിക് ആയിട്ടുള്ള ഒരു ആചാര്യനാണെങ്കിൽ ഒരിക്കലും ഈ ഇസ്കോൺ ഇങ്ങനെ വരില്ലായിരുന്നു. ഉം. അദ്ദേഹം വേണ്ട സ്ഥലങ്ങൾ ടോളറേറ്റ് ചെയ്ത് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്ന് പക്ഷെ അതിന്റെ അർത്ഥം പ്രിൻസിപ്പിൾസ് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹം മാനേജ് ചെയ്തു അത്, അതുകൊണ്ട് സക്സസ് ആയി. സോ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഫെനറ്റിസം കൂടിയാൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആവരുത്. ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ നമ്മുടെ എന്തുകൊണ്ട് ഇത് പറയുന്നു വെച്ചാൽ നമ്മൾ പല രീതികളും പല വീടുകളിൽ പോകുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ദോഷം, അതായത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ദൃഷ്ടി നമ്മുടെ കണ്ണിൽ വരാൻ പാടില്ല. അവര് ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ചെയ്യുന്നതാണ് ശരി. ഇതൊന്നും ഭഗവാൻ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. സോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോനെ കുറിച്ചും എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ഫോട്ടോ ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ടെമ്പിളിലുള്ള സ്റ്റാൻഡേർഡ് വീട്ടിൽ ഒരുപക്ഷെ വീട്ടിൽ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ ഈസി ആയിട്ട് എടുക്കണം എന്നുള്ളതും അല്ല. എനിവേ ഇവിടെ പറയുന്നു അർച്ചമൂർത്തി വിഗ്രഹങ്ങളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് പറയുന്നു. പിന്നീട് ഇവിടെ ശിലപ്രഭുപാദി പറയുന്നു നമ്മുടെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ, സീതാരാമൻ, അതായത് കൃഷ്ണനും അല്ലെങ്കിൽ ഭഗവാനും രാധാറാണിയും ലക്ഷ്മി നാരായണൻ, അങ്ങനെ ആ ഉപാസനകളാണ്. ശ്രീരാമചന്ദ്ര ഭഗവാനെ മാത്രമല്ല സീതാദേവിയെ കൂടെ, ശക്തിയും ശക്തിമാനും രണ്ടുപേരും കൂടെയുണ്ട്. അതേപോലെ രുക്മിണി കൃഷ്ണ, അങ്ങനെയാണ് നമ്മൾ യുഗല ഉപാസനയാണ് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. എന്നാൽ ശങ്കരാചാര്യര് അദ്ദേഹം നിരാകാരവാദം പ്രചരിപ്പിച്ച അദ്ദേഹം പഞ്ചോപാസനയാണ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പഞ്ചോപാസനയിൽ നമുക്കറിയാം ഭഗവാൻ വിഷ്ണു, ശിവൻ, ഗണേശൻ, അതേപോലെ സൂര്യദേവൻ, ദുർഗ, ഇതാണ് പഞ്ചോപാസന. എന്നാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രാധാകൃഷ്ണ, ലക്ഷ്മി നാരായണ, സീതാറാം, വൈഷ്ണവര് ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ്. കാര്യം പഞ്ചോപാസനയിൽ ദേവത ആരാധനകൾ വരുന്നു, ഡെമി ഗോഡ് വർഷിപ്പ് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ വൈഷ്ണവരത് ഫോളോ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം ഡെമി ഗോഡ്സ് അല്ലെങ്കിൽ ദേവതമാരെ നമ്മൾ നിരാകരിക്കുക എന്നുള്ളതല്ല. അവരെ വളരെ ബഹുമാനത്തോടുകൂടി കണ്ട് ഭഗവാന്റെ അംശവും ഭഗവാന്റെ സേവകരും എന്നുള്ള ഭാവത്തിൽ അവരെ കണ്ടു വളരെ ബഹുമാനത്തോടുകൂടി അവരെ ആരാധിക്കാം. എങ്ങനെ? ഭഗവാന്റെ സെർവന്റ് ആണെന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഗുരുവിനെ ആരാധിക്കുന്നു, ഗുരു ഭഗവാന്റെ പ്രതിനിധിയാണ് അല്ലെ? ഗുരു ഭഗവാനല്ല. അതേപോലെയാണ് ഈ ദേവതമാരും, അവര് ഭഗവാനല്ല, എന്നാൽ ഭഗവാന്റെ സേവകരാണ്. സോ ആ ഭാവത്തിൽ നമുക്ക് ആരാധിക്കാം, തെറ്റില്ല. പക്ഷെ അവരും പരമദിവ്യത്വം പുരുഷനാണ് എന്ന് പറയുമ്പോഴാണ് കാര്യം മാറിപ്പോകുന്നത്. പിന്നീട് ശിലപ്രഭുപാദിയോട് പറയുന്നു, ഈ മായാവാദികൾക്ക് അവർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് ഈ ശ്രീമൂർത്തി വിഗ്രഹ ആരാധനകളൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ അൾട്ടിമേറ്റ്ലി അവര് പറയും, ഇതൊക്കെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബ്രഹ്മജ്യോതിയിലേക്ക് എത്താൻ വേണ്ടി, അവിടെ പോയി ലയിക്കാൻ വേണ്ടിയിട്ട്, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ആരാധന ചെയ്യണമല്ലോ. അതനുസരിച്ചിട്ട് അവര് ചെയ്യുവാണ്. അതായത് അവര് പറയുന്നു, ഈ മൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ അതിൽ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്, സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. പക്ഷെ അവരുടെ ഉദ്ദേശം അവിടെ പോയി ലയിക്കുക എന്നുള്ളതാണ്. അവർ പറയും, ഇങ്ങനെ ഈ ഒരു രൂപമല്ല ഭഗവാന്റെ, ശരിക്കും നമ്മുടെ ഒരു സങ്കല്പമാണ് ഇത്. കേട്ടിട്ടുണ്ടാവും, നമ്മൾ കേരളത്തിൽ എപ്പോഴും പറയുന്നതാണ് സങ്കല്പം എന്നുള്ള വാക്ക്. അത് ഇമാജിൻ, ഭഗവാന്റെ രൂപത്തെ, അതായത് അമ്പലത്തിലുള്ള ആ വിഗ്രഹത്തെ സങ്കല്പമായിട്ട് ഇതിൽ ഭഗവാൻ ഉണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യും. അവിടെ പോയി മായാവാദമാണ് അത്. ആക്ച്വലി അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കുന്നതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെ? അപ്പോൾ സങ്കല്പമല്ല, അതൊന്നും ഉള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവിടെ പോയി ലയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. അതാണ് അവിടേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ട് അവരെടുക്കുന്നു. പക്ഷേ ഇത് ബ്രഹ്മജ്യോതിയിലേക്ക് എത്താൻ. എന്നാൽ അവര് വേണ്ട രീതിയിൽ ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ കാണുന്നില്ല, വേണ്ട രീതിയിൽ അവര് നോക്കി കാണാൻ അവർക്ക് സാധിക്കില്ല.
അപ്പോൾ ഇതാണ് ഇവിടെ ശില പ്രഭുപാജിയും ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയും പറയുന്നത്. ശ്രീമൂർത്തി വിഗ്രഹങ്ങളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത്. ഈ ഒരു വിശ്വാസം നമുക്ക് എത്രമാത്രം വരുന്നു അത്രമാത്രം നമ്മുടെ ആരാധനകൾ അതിന് ഒരു പ്യൂരിറ്റി ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നു, മെക്കാനിക്കലായിട്ട് ചെയ്തു പോകുന്നു. അപ്പോൾ ഇതെല്ലാം വിശ്വാസമെല്ലാം കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ട് വേണ്ട രീതിയിൽ, അതായത് നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ ശാസ്ത്രങ്ങളും പറയുന്നത് അതിൽ 100% വിശ്വസിക്കുക. ആ വിശ്വാസം എങ്ങനെ വരുന്നു? വിശ്വാസമുള്ളവരുടെ കൂടെ കൂടുക. അങ്ങനെ വിശ്വാസമുള്ളവരുടെ കൂടെ കൂടുമ്പോഴാണ് നമുക്കും വിശ്വാസം വരുന്നത്. അല്ലാതെ വെറും ഒരു മൂർത്തിയായിട്ട്, വെറും ഒരു എന്താ പറയാ, പറയൂലോ, അവിടെ ഒരു ബിംബം, അമ്പലത്തില് ബിംബമായിട്ട് വെറുതെ ഒരു കല്ല്, അത്രയേ ഉള്ളൂ. അങ്ങനെ കാണുന്ന ആൾക്കാരുടെ കൂടെ കൂടിയാൽ നമ്മളും അങ്ങനെയാവും, നമ്മുടെ ചിന്താഗതിയും അങ്ങനെയാവും. എന്നാൽ അതിൽ ഭഗവാനെ കാണുന്നവര് ഭഗവാനാണ് എന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അവരുടെ കൂടെ കൂടുമ്പോൾ നമുക്കും ആ ഒരു ക്വാളിറ്റീസ് ഒക്കെ കിട്ടുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം. ഹേ നായേ ഗോവിന്ദ പ്രഭോ പായുയാഹൈതേ താഹാര ചരണ കൃപാകേ പരവർണിതേ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഹേ നായേ ഗോവിന്ദ പ്രഭു പായിനുയാൻ ഹരഹൈതേ താൻഹാര ചരണ കൃപാകേ പരവർണിതേ. കീർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അതുകൊണ്ട് ഈ ഗോവിന്ദ ഭഗവാന്റെ ആശ്രയം ഞാൻ ആരാലാണോ നേടിയത്, അവിടുത്തെ, അതായത് നിത്യാനന്ദന്റെ ചരണകമലങ്ങളുടെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കാണ് കഴിയുക? ഹരേ കൃഷ്ണ. നിത്യാനന്ദ പ്രഭുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് ശിലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അദ്ദേഹം എങ്ങനെ വൃന്ദാവനത്തിലേക്ക് എത്തി എന്നുള്ളത് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ബ്രജേന്ദ്രനന്ദൻ കൃഷ്ണനെ കുറിച്ച് ഒക്കെ അദ്ദേഹം ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു. ആ രാധാ ഗോവിന്ദനിലേക്ക്, ആ ഗോവിന്ദന്റെ ശരണം എനിക്ക് പ്രാപിക്കാൻ സാധിച്ചു. ആരുടെ മഹാകാരുണ്യം കൊണ്ട്? ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ. അതുകൊണ്ട് ഞാൻ ആ നിത്യാനന്ദ പ്രഭുവിനെ പ്രണമിക്കുന്നു എന്ന് പറയുന്നു. വൃന്ദാവനേ വൈസേയത വൈഷ്ണവ മണ്ഡല കൃഷ്ണനാമ പാരായണ പരമമംഗള. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വൃന്ദാവനേ വൈസേയത വൈഷ്ണവ മണ്ഡല കൃഷ്ണനാമ പാരായണ പരമമംഗള. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശിലാ പ്രഭുപാദ് കി ജയ്. വൃന്ദാവനത്തിൽ വസിക്കുന്ന എല്ലാ വൈഷ്ണവ സംഘങ്ങളും കൃഷ്ണന്റെ സർവമംഗളകരമായ നാമം കീർത്തനം ചെല്ലുന്നതിൽ മുഴുകുന്നവരാണ്. ഹരേ കൃഷ്ണ. വൃന്ദാവനത്തില് ഉള്ള ഭക്തരെല്ലാവരും, വൈഷ്ണവര്, അവരെല്ലാവരും സദാസമയവും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമമംഗളമാണ് നാമം. ഭഗവാന്റെ നാമം പരമമംഗളമാണ്. എല്ലാ മംഗളങ്ങളും നമുക്ക് കൊണ്ടുതരുന്നു. അമംഗളമായിട്ടുള്ളതെല്ലാം പോകുന്നു, മംഗളകരമായിട്ടുള്ളതെല്ലാം ആ നാമം നമ്മളിലേക്ക് എത്തിക്കും. സോ നാമം മംഗളമാണ്. അതേപോലെ നാമം ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാലും മംഗളം ഉണ്ടാവും, എല്ലാം നല്ലതായി മാറും. മംഗളമാതാജിയാണ് ഇത് വായിച്ചതും. അപ്പൊ എല്ലാം മംഗളമയം. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരി ഗോൾ. സോ അതാണ് ഭഗവാന്റെ നാമത്തിന്റെ ശക്തി. യാര പ്രാണധന നിത്യാനന്ദ ശ്രീ ചൈതന്യ രാധാകൃഷ്ണ ഭക്തി വിനെ നാഹി ജാനെ അന്യ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാൻ പ്രാണധന നിത്യാനന്ദ ശ്രീ ചൈതന്യ രാധാകൃഷ്ണ ഭക്തി വിനെ നാഹി ജാനെ അന്യ. വിവർത്തനം എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ രാധാകൃഷ്ണന്മാർക്ക് വേണ്ടിയുള്ള ഭക്തിയുത സേവനമല്ലാതെ മറ്റൊന്നും അറിവില്ലാത്ത വൈഷ്ണവർക്ക് ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവുമാണ് ജീവിത സർവസ്വം. ഹരേ കൃഷ്ണ. നിത്യാനന്ദ പ്രഭുവും ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഗൗഡീയ വൈഷ്ണവരുടെ പ്രാണൻ.
ഗൗഡീയ വൈഷ്ണവര് ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശ്രീ നിത്യാനന്ദ പ്രഭുവിനെയും ആരാധിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശ്രീ നിത്യാനന്ദ പ്രഭുവും നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? രാധാകൃഷ്ണ ഉപാസന. ശ്രീ രാധാകൃഷ്ണ ഉപാസന നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ രാധാകൃഷ്ണ സേവനം എങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവാണ്. അതുകൊണ്ട് ഗൗഡീയ വൈഷ്ണവര് അവര് രാധാകൃഷ്ണ ഉപാസകരാണ്, ശരിയാണ്. അവരുടെ ആരാധന എന്ന് പറയുന്നത് ശ്രീ ശ്രീ രാധാകൃഷ്ണനാണ്. എന്നാൽ രാധാകൃഷ്ണനിലേക്ക് എത്തുന്നത് ശ്രീ നിത്യാനന്ദ പ്രഭുവിലൂടെയും ചൈതന്യ മഹാപ്രഭുവിലൂടെയാണ്. അതുകൊണ്ട് അവര് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ ആരാധിക്കുന്നു. പറയുമ്പോൾ രാധാകൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു, വ്യത്യാസമില്ല. എന്നാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവം വ്യത്യാസമുണ്ട്. ഭക്തഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ അവതാരം. അതുകൊണ്ട് ആ അവതാരത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. മഹാകാരുണ്യ അവതാരമാണ് ഇവര് രണ്ടുപേരും. കരുണാവതാരങ്ങളാണ് ശ്രീ നിത്യാനന്ദ പ്രഭുവും ശ്രീ ചൈതന്യ മഹാപ്രഭുവും. അവര് രണ്ടുപേരും ഭക്തഭാവത്തിലായതുകൊണ്ട് അവര് പഠിപ്പിച്ചു തരുന്നു നമ്മളെ എങ്ങനെയാണ് രാധാകൃഷ്ണ ഉപാസന ചെയ്യേണ്ടത് എന്നുള്ളത്. കാര്യം നമ്മളെ പ്യൂരിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇവര്, ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു. ഇപ്പൊ വൈഷ്ണവരെ സംബന്ധിച്ച് നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും പ്രാണനാണ്. ശ്രീ വൈഷ്ണവേര പദരേണു താര പദഛായ അധമേര ദില പ്രഭു നിത്യാനന്ദദായ. ഹരേ കൃഷ്ണ പ്രഭു. സേ വൈഷ്ണവേര പദരേണു താര പദഛായ അധ മേരെ ദില പ്രഭു നിത്യാനന്ദദയ. വർദ്ധനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യത്താൽ വൈഷ്ണവരുടെ പാദധൂളിയും തണലും ഈ പതിതാത്മാവിനെ അനുഭവിക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാകൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് എനിക്ക് വൈഷ്ണവരുടെ, കാര്യം വൃന്ദാവനത്തിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്, വൃന്ദാവനത്തിലെ വൈഷ്ണവരെ എല്ലാവരുടെയും, അതായത് അവിടെ രൂപഗോസ്വാമി, ശീല സനാതൻ ഗോസ്വാമി, ശീല ജീവഗോസ്വാമി, അതേപോലെ വരിഷ്ഠരായിട്ടുള്ള ഒരുപാട് ഭക്തരുണ്ട്. അവിടേക്കാണ് ഇദ്ദേഹം വരുന്നത്. ആര് വരുന്നു? ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. വൈഷ്ണവരെ സേവിക്കുക, വൈഷ്ണവരുടെ വൈഷ്ണവരുടെ ഒരു അണ്ടറിൽ നമ്മൾ ഉണ്ടാവുക, ശുദ്ധ ഭക്തരെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ വൈഷ്ണവരെ സേവനം ചെയ്യുക, ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ്. ശരിക്കും മഹാകാരുണ്യമാണ്. മഹാകാരുണ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഇന്നലെ ഞാൻ ഒരു ഡിവോട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുവാണ്, ഒരേ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി, അതായത് എനിക്ക് നല്ല രീതിയിൽ വൈഷ്ണവരെ സേവിക്കാൻ സാധിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളൂ, വേറൊന്നും എനിക്ക് ആഗ്രഹമില്ല. അദ്ദേഹം പറയുന്നില്ല രാധാകൃഷ്ണ ഉപാസനയോ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകണമെന്നുള്ളതോ അവിടെ പോയി രാധാകൃഷ്ണനെ ഉപാസന ചെയ്യണം, ആരാധിക്കണമെന്നും ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, വൈഷ്ണവരെ നല്ല രീതിയിൽ സേവിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് വൈഷ്ണവ സേവ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൽ വരുന്ന ഒരു കാര്യമാണ്, ഒന്ന് ജീവദയ, നാമരുചി, വൈഷ്ണവ സേവ. 3 കാര്യങ്ങൾ. ജീവദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ജീവജാലങ്ങളോടും മറ്റുള്ള എല്ലാവരോടും ദയ തോന്നുന്നു. അതിന്റെ അർത്ഥം കമ്പാഷൻ. അതിനർത്ഥം എന്താണ്? എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഭാവം വരിക എന്ന് പറയുന്നത്. അവരോടൊരു കമ്പാഷൻ. ഇവര് കഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ എല്ലാവരും കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അവർക്ക് അറിയാതെ ഭഗവാനെ മറന്നിരിക്കുകയാണ്, അല്ലെ? ഭഗവാനെ ബഹിർമുഖരായിട്ട് ഇരിക്കുന്നു. അവരോടൊരു കമ്പാഷൻ തോന്നി ഭഗവാനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, നാമത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവരെയും നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതാണ് ജീവദയ. പിന്നെ നാമരുചി നമുക്കറിയാം, നാമം, ഭഗവാന്റെ നാമമാണ് എല്ലാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. 3-ാമത്തെ വൈഷ്ണവ സേവ. വൈഷ്ണവ സേവയും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ വൈഷ്ണവ സേവ എങ്ങനെ ചെയ്യാൻ സാധിക്കും? അപ്പോൾ നമ്മൾ ചിന്തിക്കും, വൈഷ്ണവ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ചെയ്യുന്ന സേവനം മാത്രമാണോ? അതെങ്ങനെയാണ്?
പല ലെവൽസ് ഉണ്ട്, അതിന് പല ലെവലുകളുണ്ട് വൈഷ്ണവ സേവയിൽ തന്നെ. വരിഷ്ഠരായിട്ടുള്ള ഗുരുസ്ഥാനത്തുള്ള ആളുകളെ, വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ നമ്മൾ സേവിക്കണം. അതിന്റെ അർത്ഥം സേവിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും പോയി കാല് മസാജ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതല്ല. അത് മാത്രമല്ല സേവനം. സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കുന്നത് ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അവര് അതേപോലെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ, അതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അവർ പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക, അവരുടെ പാത പിന്തുടരുക. അതും ഒരു സേവനമാണ്. സോ വാണി സേവ, വപ്പു സേവ എന്ന് കേട്ടിട്ടുണ്ടാവും. വപ്പു സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന സേവനം. വാണി സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നു. വാണി സേവയ്ക്ക് പ്രാധാന്യം കൂടുതലാണ്. കാര്യം നമ്മൾ വേണ്ട പ്രിൻസിപ്പിൾസും വേണ്ട ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളും ഗുരുജനങ്ങളുടെ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യാതെ നമ്മൾ ഫിസിക്കലി അവരെ സേവനം ചെയ്തുകൊണ്ട് കാര്യമില്ല. രണ്ടും ആവശ്യമാണ്, രണ്ടിനും പ്രാധാന്യമുണ്ട്. എന്നാൽ വാണി സേവയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇപ്പൊ വൈഷ്ണവരെ പല രീതിയിൽ സേവിക്കാം. ഫിസിക്കലി സേവിക്കാം, ഇല്ലെങ്കിൽ മെന്റലി സേവിക്കാം, അല്ലെങ്കിൽ അവരുടെ വാണി നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് അവരെ സേവിക്കാം. അങ്ങനെ പല രീതിയിലും ചെയ്യാൻ സാധിക്കും. താഹ സർവലഭ്യ. അപ്പോൾ ഇവിടെ ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത് ഇത്രയും വൈഷ്ണവര്, ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വൃന്ദാവനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. വൃന്ദാവനത്തില് ഒരുപാട് ശുദ്ധഭക്തരുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് ഈ പറയുന്ന എല്ലാവരും മഹാപ്രഭുവിന്റെ പാർഷദരായിട്ടുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരുടെയും സംഘം കിട്ടുന്നു ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക്. അവരെ സേവിക്കാനുള്ള അവസരം കിട്ടുന്നു. അതിൽ അദ്ദേഹം ഒരുപാട് സന്തോഷത്തിൽ ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ ഓർക്കുന്നു, നിത്യാനന്ദ പ്രഭുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു, പ്രണാമം സമർപ്പിക്കുന്നു. കാര്യം അദ്ദേഹത്തിന്റെ മഹാകാരുണ്യം കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് എന്ന് പറയുകയാണ്. താഹ സർവലഭ്യഹായ പ്രഭുര വചന സേ സൂത്ര ഏ താര കൈല വിവർണന. ഹരേ കൃഷ്ണ. താഹ സർവലഭ്യഹായ പ്രഭുരവചന സേയി സൂത്ര ഏയി താര കൈല വിവരണ. വിവർത്തനം ബൈ എസി ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ നിത്യാനന്ദൻ പറഞ്ഞു, വൃന്ദാവനത്തിൽ എല്ലാം സാധ്യമാണ്. അവിടുത്തെ ഈ സംക്ഷിപ്തമായ പ്രസ്താവത്തെ ഞാൻ ഇവിടെ വിപുലമായി വിശദീകരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. നിത്യാനന്ദ പ്രഭു പറഞ്ഞു വൃന്ദാവനത്തില് എല്ലാം സാധ്യമാകും, അല്ലെ? അദ്ദേഹം ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയോട് പറഞ്ഞു, ഒന്നും ഇനി ആലോചിക്കേണ്ട ആവശ്യമില്ല, നേരെ വൃന്ദാവനത്തിലേക്ക് പൊക്കോളൂ, എല്ലാം ശരിയാവും. ഇത്രയും പറഞ്ഞത്. ഇത്രയാണ് പറഞ്ഞത്. ഇനി എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് സാധ്യമാവുന്നത് എന്നുള്ളതാണ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറഞ്ഞുണ്ടായിരുന്നത് ഇതിനു മുമ്പ്. കാര്യം അദ്ദേഹത്തിന് രാധാ മദൻ മോഹന്റെ ശരണം പ്രാപിക്കാൻ സാധിച്ചു. ഒരുപാട് വൈഷ്ണവരുടെ സംഘം കിട്ടുന്നു, വൈഷ്ണവ സേവ ചെയ്യാൻ അവസരം കിട്ടുന്നു. എല്ലാ സക്സസ്സും അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. സേ സഭ പായു ആമി വൃന്ദാവനയായ സേ സഭ ലഭ്യ ഏ പ്രഭുര കൃപയ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സേ സഭ പായിനോ ആമി വൃന്ദാവനെ ആയ സേയി സഭ ലഭ്യ ഏയി പ്രഭുര കൃപയ. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ ഇതെല്ലാം നേടിയത് വൃന്ദാവനത്തിൽ വന്നതുകൊണ്ടാണ്. ഇത് സാധ്യമായത് നിത്യാനന്ദ പ്രഭുവിന്റെ കൃപയാലുവാണ്. ഭാവാർത്ഥം. വൃന്ദാവനവാസികളെല്ലാം വൈഷ്ണവരാണ്. അവരുടെ ജീവിതം സർവമംഗളകരമാണ്. കാരണം അവർ കൃഷ്ണന്റെ ദിവ്യനാമം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലായ്പ്പോഴും കീർത്തനം ചെയ്യുന്നു. അവരിൽ ചിലർ ഭക്തിയുത സേവനത്തിന്റെ നിയമ നിബന്ധനകൾ കർശനമായി പിന്തുടരുന്നില്ലെങ്കിൽ പോലും മൊത്തത്തിൽ അവരെല്ലാം കൃഷ്ണന്റെ ഭക്തന്മാരും പ്രത്യക്ഷമായോ പരോക്ഷമായോ അവിടുത്തെ നാമം കീർത്തനം ചെയ്യുന്നവരുമാണ്. തെരുവിലൂടെ കടന്നു പോകുമ്പോൾ പോലും മനഃപൂർവമോ അല്ലാതെയോ കൃഷ്ണന്റെയും രാധയുടെയും നാമങ്ങൾ പറഞ്ഞ് ആശംസകൾ കൈമാറാൻ മതിയായ ഭാഗ്യം അവർക്കുണ്ട്. അപ്രകാരം പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ അവർ ശുഭോദർക്കരായി ഭവിക്കുന്നു. ഇപ്പോഴത്തെ വൃന്ദാവന നഗരം ഗൗഡീയ വൈഷ്ണവരാൽ സ്ഥാപിക്കപ്പെട്ടതാണ്.
ഷഡ്ഗോ സ്വാമിമാർ അവിടെ ചെന്ന് വ്യത്യസ്ത ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങളിൽ 90% ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും ഉപദേശങ്ങൾ പിന്തുടരുന്ന ഗൗഡീയ വൈഷ്ണവ വിഭാഗത്തിൻ്റെതാണ്. അവയിൽ 7 ക്ഷേത്രങ്ങൾ സുപ്രസിദ്ധമാണ്. വൃന്ദാവനവാസികൾക്ക് രാധയുടെയും കൃഷ്ണന്റെയും ആരാധനയല്ലാതെ മറ്റൊന്നും അറിയില്ല. സമീപകാലത്ത് പുരോഹിതരെന്ന് പറയപ്പെടുന്ന ധർമ്മനീതിയില്ലാത്ത ചില ജാതിഗോസ്വാമിമാർ അവിടെ സ്വകാര്യമായി അന്യദേവാരാധനയ്ക്ക് ഇട്ടിരിക്കുന്നു. പക്ഷേ സത്യസന്ധരും ദൃഢചിത്തരുമായ വൈഷ്ണവരാരും ഇതിൽ പങ്കെടുക്കുന്നില്ല. ഭക്തിയുത സേവനത്തിന്റെ വൈഷ്ണവ സമ്പ്രദായത്തിന് ഗൗരവം നൽകുന്നവർ അത്തരം ദേവാരാധനയിൽ പങ്കെടുക്കാറില്ല. ഗൗഡീയ വൈഷ്ണവർ ഒരിക്കലും രാധാകൃഷ്ണന്മാരെയും ചൈതന്യ മഹാപ്രഭുവിനെയും വ്യത്യസ്തരായി കൽപ്പിക്കുന്നില്ല. ചൈതന്യ ഭഗവാൻ രാധയുടെയും കൃഷ്ണന്റെയും സംയുക്ത രൂപമായതിനാൽ അവിടുന്ന് രാധയിൽ നിന്നും കൃഷ്ണനിൽ നിന്നും ഭിന്നനല്ലെന്ന് അവർ പറയുന്നു. പക്ഷേ വഴിതെറ്റിയ ചില ആളുകൾ തങ്ങൾ രാധയുടെയും കൃഷ്ണന്റെയും നാമങ്ങൾക്ക് പകരം ഭഗവാൻ ഗൗരാംഗന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായി പറഞ്ഞ് തങ്ങൾ വളരെ ഉത്കൃഷ്ടരാണെന്ന് തെളിയിക്കാൻ യത്നിക്കുന്നു. അങ്ങനെ അവർ മനഃപൂർവ്വം രാധാകൃഷ്ണന്മാരെയും ചൈതന്യ ഭഗവാനെയും വേർതിരിക്കുന്നു. തങ്ങളുടെ ഭാവനാപരമായ മസ്തിഷ്കത്തിൽ നിന്ന് അവർ സമീപകാലത്ത് തട്ടിക്കൂട്ടിയെടുത്ത നദിയാനാഗരി എന്ന പദ്ധതിയാണ് അവരുടെ അഭിപ്രായത്തിൽ അവർ നടത്തുന്ന ഒറ്റപ്പെട്ട ഈ ചൈതന്യാരാധന. പക്ഷേ ഇക്കൂട്ടർ രാധയെയും കൃഷ്ണനെയും ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ചൈതന്യ മഹാപ്രഭു സ്വയം രാധയും കൃഷ്ണനുമായി സംയുക്തമായി അവതരിച്ചു കഴിഞ്ഞതിനാൽ ഇനിമേൽ രാധയെയും കൃഷ്ണനെയും ആരാധിക്കേണ്ടതില്ലെന്ന വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരെന്ന് പറയപ്പെടുന്നവരുടെ ഇത്തരം വിവേചനപരമായ ധാരണകൾ കേവലം സർവനാശകാരികളാണെന്ന് പരിശുദ്ധ ഭക്തന്മാർ കരുതുന്നു. രാധാകൃഷ്ണനും ഗൗരാംഗനും തമ്മിൽ വ്യത്യാസം കാണുന്ന ഏതൊരുവനും മായയുടെ കരങ്ങളിലെ കളിപ്പാട്ടമായി പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇനി ചൈതന്യ മഹാപ്രഭു ഭൗതികനാണെന്ന് ചിന്തിച്ച് അവിടുത്തെ ആരാധനയെ എതിർക്കുന്ന വേറെ ചിലരുമുണ്ട്. പക്ഷേ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെയും രാധാകൃഷ്ണന്മാരെയും വേർതിരിക്കുന്നുദ്ദേശിച്ച് രാധാകൃഷ്ണന്മാരെ ചൈതന്യ ഭഗവാനെ കൂടാതെ ആരാധിക്കുകയോ അല്ലെങ്കിൽ ശ്രീ ചൈതന്യനെ ആരാധിക്കുകയും രാധാകൃഷ്ണന്മാരെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഏതു വിഭാഗവും പ്രാകൃത സഹജീവ വിഭാഗത്തിൽ പെടുന്നവരാണ്. ആരാധനയുടെ സാങ്കല്പിക സമ്പ്രദായങ്ങൾ സൃഷ്ടിക്കുന്നവർ ഭാവിയിൽ ക്രമേണ രാധാകൃഷ്ണ ആരാധന ഉപേക്ഷിക്കുമെന്നും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരെന്ന് സ്വയം വിളിക്കുന്നുണ്ടെങ്കിലും അവർ കാലക്രമേണ ചൈതന്യ മഹാപ്രഭുവിന്റെ ആരാധനയും ഉപേക്ഷിക്കുമെന്നും ഭൗതിക പ്രവർത്തനങ്ങളിലേക്ക് അധപതിക്കുമെന്നും ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി 225-226 ശ്ലോകങ്ങളിൽ പ്രവചിക്കുന്നു. ചൈതന്യ ഭഗവാന്റെ യഥാർത്ഥ ആരാധകരുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ശ്രീ രാധയെയും കൃഷ്ണനെയും ആരാധിക്കുക എന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ വളരെ വളരെ ക്ലിയർ ആണ് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ റോൾ എന്താണ്, രാധാകൃഷ്ണൻ ആരാണ് എന്നുള്ളത്. ശിലകൃഷ്ണാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാകാരുണ്യം കൊണ്ട് എനിക്ക് വൃന്ദാവനത്തിലേക്ക് വരാൻ സാധിച്ചു, എല്ലാം മംഗളമായി എന്ന് പറയുന്നു. ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, വൃന്ദാവനത്തിൽ ഒരുപാട് വൈഷ്ണവരുണ്ട്, അവര് സദാസമയം ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ. അപ്പോൾ അത് പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ എങ്ങനെയെങ്കിലും പല രീതികളിലായിട്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, നാമം ചൊല്ലുന്നു. ചിലപ്പോൾ അതാണ് പറയുന്നത്, ഈവൻ വഴികളിലൂടെ നമുക്കറിയാം, ഇപ്പോഴും വൃന്ദാവനത്തിൽ പോകുമ്പോൾ ആളുകൾ ഓട്ടോറിക്ഷക്കാരും സൈക്കിൾ റിക്ഷക്കാരും ഒക്കെ രാധേ 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 എന്നാ പറയാം. ഇടയിൽ ഹോൺ അടിക്കുന്നവരും ഉണ്ട്, എന്നാൽ കൂടുതൽ ആളുകളും രാധേ രാധേ എന്നാണ് പറയാം. അതേപോലെ അതുകൊണ്ട് ഭഗവാന്റെ നാമം, ഭഗവാന്റെ രാധാറാണിയുടെ നാമം എപ്പോഴും വൃന്ദാവനത്തിലുണ്ട്. പല രീതികളിലായിട്ട് ആളുകൾ അത് ചൊല്ലുന്നു അല്ലെങ്കിൽ പാടുന്നു, അല്ലെ? അതാണ് പറയുന്നത്. പിന്നെ ശിലപ്രഭുപാജി പറയുന്നു, ഇപ്പോൾ നമ്മൾ നമ്മുടെ വൃന്ദാവനത്തിലെ 90% അമ്പലങ്ങളും
90% അമ്പലങ്ങളും ഗൗഡീയ വൈഷ്ണവരുടെ ആ ഒരു ഗൗഡീയ വൈഷ്ണവരുടെ അമ്പലങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ വരുന്ന അമ്പലങ്ങളാണ് ശരിക്കും. അതാണ് ഗൗഡീയ വൈഷ്ണവരുടെ, നമുക്ക് ഈ പറയുന്ന ഷഡ്ഗോസ്വാമിമാരും മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സുമാണ് ശരിക്കും വൃന്ദാവനത്തെ, ഇപ്പോൾ നമ്മൾ പോകുന്ന വൃന്ദാവനത്തെ വൃന്ദാവനമാക്കി മാറ്റിയിട്ടുള്ളത്. കാര്യം ഒരുപാട് ലീലാസ്ഥലികൾ അവര് പുനരുദ്ധാരണം ചെയ്യുന്നു, ഒരുപാട് നഷ്ടപ്പെട്ട ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ തിരിച്ച് സ്ഥാപിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വൃന്ദാവനം ഉള്ളത്. അതുകൊണ്ട് ഗൗഡീയ വൈഷ്ണവരില്ലെങ്കിൽ വൃന്ദാവനം, അല്ലെങ്കിൽ മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സ്, മഹാപ്രഭു അവതരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും ഇത് നമുക്ക് അപ്രകടമായിട്ട് നിന്നേനെ, പ്രകടമാവില്ലായിരുന്നു ഈ വൃന്ദാവനം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവർക്ക്. അതേപോലെ ചില സഹചര്യരുണ്ട്, പല ടൈപ്പ് ഓഫ് സഹചര്യയെ കുറിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതായത് ചിലവരുണ്ട് ഗൗരംഗ മഹാപ്രഭുവിനെ, നിത്യാനന്ദ പ്രഭുവിനെയും ആരാധിക്കും, എന്നാൽ രാധാകൃഷ്ണ ഉപാസന ചെയ്യില്ല. അവര് പറയും രാധാകൃഷ്ണനെ ഉപാസന ചെയ്യേണ്ട ആവശ്യമില്ല, ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു മതി, അവർ മാത്രം മതി എന്നുള്ളത്. അതായത് രാധാകൃഷ്ണനെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സ്കോപ്പ് ആക്കും. പക്ഷെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മളെ രാധാകൃഷ്ണനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവര് വന്നിട്ടുള്ളത് നമ്മളെ എല്ലാവരെയും രാധാകൃഷ്ണനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അപ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും ആവശ്യമാണ്. മഹാപ്രഭുവിനെയും ആരാധിക്കണം, നിത്യാനന്ദ പ്രഭുവിനെ ആരാധിക്കണം, ഗൗരനിത്തായിനെ ആരാധിക്കണം, രാധാകൃഷ്ണനെ ആരാധിക്കണം. അതുകൊണ്ടാണ് ഏത് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ അമ്പലങ്ങളിൽ പോയാലും ഗൗരനിത്തായി ഉണ്ടാവും, രാധാകൃഷ്ണൻ ഉണ്ടാവും, അല്ലെങ്കിൽ കൃഷ്ണബലറാമായിരിക്കാം, അല്ലെങ്കിൽ രാധാകൃഷ്ണനാവാം. ഇപ്പോൾ ഗൗരനിത്തായി എല്ലായിടത്തും ഉണ്ട് സാധാരണ. ഇപ്പോൾ വലിയ മൂർത്തി ഇല്ലെങ്കിൽ ചെറിയ മൂർത്തിയെങ്കിലും ഉണ്ടാവും. അതേപോലെ രാധാകൃഷ്ണനും ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ കൃഷ്ണബലറാമ ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ജഗന്നാഥ ബലദേവ് സുഭദ്രാമയ്യ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരേപോലെ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ വേർതിരിച്ച്. അതായത് ഈ സാഹചര്യം, ഇപ്പൊ നദീയ സാഹചര്യവും പ്രാകൃത സാഹചര്യം, അവരൊക്കെ രാധാകൃഷ്ണനെ ഉപാസന ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ കംപ്ലീറ്റ്ലി മാറ്റിവെച്ച് നിത്യാനന്ദ പ്രഭുവിനെയും ചൈതന്യ മഹാപ്രഭുവിനെയും ആരാധിക്കുന്നു. അപ്പോൾ ആക്ച്വലി നമ്മുടെ ശീലപ്രഭുജി ആണെങ്കിലും നമ്മുടെ ഗൗഡീയ ആചാര്യന്മാരാണെങ്കിലും അവര് അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവര് ഗൗരനിത്തായുടെ ആരാധനയും അതേപോലെ തന്നെ രാധാകൃഷ്ണൻ, ഗൗരനിത്തായിലൂടെയാണ് നമുക്ക് രാധാകൃഷ്ണനിലേക്ക് എത്താൻ സാധിക്കുന്നത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ അവസാനത്തെ വരിയിലും ഇവിടെ ശീലപ്രഭുജി പറയുന്നത്, അതുകൊണ്ട് ശരിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം രാധാകൃഷ്ണ സേവനമായിരിക്കും. അവിടേക്ക് എത്തുന്നത് മഹാപ്രഭുവിനോടാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരാം, അങ്ങനെയാണെങ്കിൽ ആധ്യാത്മിക ലോകത്തില് ചൈതന്യ മഹാപ്രഭു ഉണ്ടോ, അതോ രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ, അതോ മഹാപ്രഭു അവതരിച്ച് ഇവിടെ വരുന്ന സമയത്ത് മാത്രം എടുക്കുന്ന രൂപമാണോ? ആക്ച്വലി ഗോലോക വൃന്ദാവനത്തില് നവദ്വീപ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, സെക്ഷൻ ഉണ്ട്. അവിടെ ചൈതന്യ മഹാപ്രഭു ഉണ്ട്, ഗൗരലീല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൃഷ്ണലീലയും ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. സോ അവിടെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗൗഡീയ വൈഷ്ണവര് പറയും, നമുക്ക് രണ്ട് സ്വരൂപമാണ് ഉള്ളത്, ഒന്ന് ഗൗരലീലയിലും ഒന്ന് കൃഷ്ണലീലയിലും. ആധ്യാത്മിക ലോകത്തിലേക്ക് പോയാലും നമുക്ക് ഗൗഡീയ വൈഷ്ണവർക്ക് കിട്ടുന്ന ഒരു മഹാസൗഭാഗ്യം അതാണ്, ഗൗരലീലയിലും കൃഷ്ണലീലയിലും ഒരേ സമയത്ത് നമ്മൾ പങ്കെടുക്കുന്നു. ഹരേ കൃഷ്ണ. അതാണ് ഇതിന്റെ മഹാത്മ്യം. അപനര കഥാ ലിഖി നിർലജ്ജ ഹയ്യ നിത്യാനന്ദ ഗുണേ ലേഖായ ഉന്മത്ത കരിയ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആപനാര കഥലിഖി നിർലജ ഹയ്യായ നിത്യാനന്ദ ഗുണേ ലേഖായ ഉന്മത്ത കരിയ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ എന്റെ കഥ യാതൊരു ലജ്ജയുമില്ലാതെ വിവർത്തിച്ചു. ശ്രീ നിത്യാനന്ദന്റെ ഗുണവിശേഷങ്ങൾ എന്നെ ഒരു ഭ്രാന്തനെ പോലെയാക്കവേ ഇക്കാര്യങ്ങളെല്ലാം എഴുതുവാൻ ഞാൻ നിർബന്ധിതനാകുന്നു. ഹരേ കൃഷ്ണ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുകയാണ്, ഞാൻ എന്തൊരു ലജ്ജയില്ലാത്ത വ്യക്തിയാണ്. ഓ, ഷെയിംലെസ്, ലജ്ജയില്ലാത്ത വ്യക്തി, എന്നെ കുറിച്ച് ഞാൻ തന്നെ എഴുതുവാണ്. ഓ ഹോ ഹോ ഹോ, വളരെ മോശം, വളരെ മോശം. അദ്ദേഹം പറയുവാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്,
ഞാൻ എന്ത് ചെയ്യാനാണ്? ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഗ്ലോറിഫൈ ചെയ്യുകയായിരുന്നു ഞാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്റെ ഒരു സ്റ്റോറി ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിനെ സ്തുതിക്കുകയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാനൊരു ഭ്രാന്തനെ പോലെ ഇതെല്ലാം എഴുതി. പക്ഷെ എന്റെ ഉദ്ദേശം എന്തായിരുന്നു? നിത്യാനന്ദ പ്രഭുവിന്റെ മഹാത്മ്യമായിരുന്നു എന്നാണ് പറയുന്നത്. നിത്യാനന്ദ പ്രഭുര ഗുണ മഹിമ അപാർ സഹസ്രവദനെ ശേഷ നഹി പായയാർ. ഹരേ കൃഷ്ണ. നിത്യാനന്ദ പ്രഭുര ഗുണമഹിമ അപാര സഹസ്രവദനെ ശേഷ നാഹി പായയാൻ രാം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. നിത്യാനന്ദ ഭഗവാന്റെ ഗുണവിശേഷങ്ങൾ അപാര മഹിമയുള്ളതാകുന്നു. അനന്തശേഷന് പോലും അവിടുത്തെ 1000 നാവുകളാൽ അവയുടെ പരിധി കണ്ടെത്താനാവില്ല. കൃഷ്ണ. നിത്യാനന്ദ പ്രഭുവിന്റെ ആ ഗുണമഹിമ അപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് അപാരമാണ്. സഹസ്രവദനെ ശേഷ, അതായത് ശേഷനാഗത്തിന് ഒരുപാട് തലകളും ഒരുപാട് വായുണ്ട് അല്ലെ? എത്ര തലകളുണ്ടോ എത്ര വായുണ്ടോ നോക്കിയിട്ട് കാര്യമില്ല, ഉണ്ടായിട്ട് കാര്യമില്ല. നിത്യാനന്ദ പ്രഭുവിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല, അത്രയും ഉണ്ട്. അതാണ് അനന്തമാണ്, അപാരമാണ് എന്നാണ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. ശ്രീ രൂപ രഘുനാഥേ പദേ യാര ആസ് ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ്. ഹരേ കൃഷ്ണ. ശ്രീരൂപ രഘുനാഥ പദേ യാര ആശ ചൈതന്യ ചരിതാമൃത കാഹേ കൃഷ്ണദാസ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീരൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലേഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എല്ലാ അധ്യായവും അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ശ്രീ രൂപ ഗോസ്വാമിയുടെയും ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെയും ശ്രീല രഘുനാഥ് ഭട്ട് ഗോസ്വാമിയുടെയും തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അവരുടെ മഹാകാരുണ്യം കൊണ്ടാണ് ഞാൻ ചൈതന്യ ചരിതാമൃതം എന്നിലൂടെ എഴുതുകയാണ് ചെയ്യുന്നത്, അവരുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ ശില പ്രഭുപാജിയുടെ ഭക്തിവേദാന്ത പർപോർട്സ് ഇവിടെ 5ാമത്തെ അതിലീലയിലെ 5ാമത്തെ അധ്യായം ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്ന ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. श्री चैतन्य चरितामृत की जय. श्रीला कृष्णदास कविराज गोस्वामी की जय. जगत गुरु शीला प्रभुपाद की जय. शचीनंदन श्री गौर हरि की जय. श्री नित्यानंद प्रभु की जय. श्री श्री राधा श्याम सुंदर की जय. श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. हरे कृष्ण. Hare Krishna. Thank you, Prabhu. Very good. ഹരേ കൃഷ്ണ പ്രഭു.